സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് പ്രാദേശിക സുരക്ഷയ്ക്കും സ്വയം പര്യാപ്തതയ്ക്കുമുള്ള വലിയ ചുവടുവെപ്പാണെന്ന് സ്വാഗതം ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. The soul of royal art, Kairali Jewelers. സൗദിയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് ഈ കരാറിൽ ഒപ്പുവെച്ചതിൽ താൻ വളരെ സന്തോഷവാനാണെന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് ഒന്നിച്ച് വരുന്നതിന്റെ തെളിവാണിതെന്നും കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വന്തമായി പ്രതിരോധം തീർക്കാൻ രാജ്യങ്ങൾക്ക് സാധിക്കുമെന്നും വ്യക്തമാക്കിയ അദ്ദേഹം ഈ കരാറിനെ വലുതും ധീരവും സുപ്രധാനമായ ആദ്യ ചുവടുവെപ്പെന്നാണ് വിശേഷിപ്പിച്ചത്. ഓഗസ്റ്റ് 7-ന് മെക്കയിൽ വെച്ച് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ ചേർന്നാണ് മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത്. കൂട്ടായ പ്രതിരോധത്തിനും വിപുലമായ സൈനിക സുരക്ഷാ സഹകരണത്തിനുമുള്ള ചട്ടക്കൂടാണ് ഈ കരാറിലൂടെ രൂപീകരിച്ചിട്ടുള്ളത്. കരാർ പ്രകാരം ഈ 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നടത്തുന്ന സായുധ ആക്രമണം മറ്റ് 2 രാജ്യങ്ങൾക്ക് നേരെയും നടന്ന ആക്രമണവുമായി കണക്കാക്കും. കൂടാതെ അടുത്ത സൈനിക ഏകോപനം, സംയുക്ത പരിശീലനങ്ങൾ, പ്രതിരോധ സാങ്കേതിക വിദ്യ, സൈനിക വ്യവസായങ്ങൾ എന്നിവയിലെ സഹകരണവും കരാർ ലക്ഷ്യമിടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കും പ്രാദേശിക സുരക്ഷാ ആശങ്കകൾക്കും ഇടയിലാണ് ഈ നീക്കം ഉണ്ടാവുന്നത്. തങ്ങളുടെ കൂട്ടായ്മ അത് പ്രതിരോധ സ്വഭാവമുള്ളതാണെന്നും ഒരു സൈനിക അല്ലെങ്കിൽ വിഭാഗീയ ഗ്രൂപ്പായി രൂപീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്നും 3 രാജ്യങ്ങളും വ്യക്തമാക്കി പറയുന്നുണ്ട്. കരാർ പ്രകാരം ഇറാനും യുണൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കാനും സൗദിയും തുർക്കിയും പാകിസ്ഥാനും പ്രതിജ്ഞാബദ്ധരാണ്. വ്യാപിക്കുന്ന ഈ ക്രമീകരണത്തിൽ ഈജിപ്ത് കൂടി ചേരാൻ സാധ്യതയുണ്ടെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ പറയുന്നുണ്ട്. കൊറിയയുടെ പങ്കാളിത്തം സാധ്യമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം കൂടുതൽ അംഗങ്ങളെ കരാറിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ കരാർ ലോകത്തിന് ഒരു സുപ്രധാന സന്ദേശമാണ് നൽകിയിരിക്കുന്നതെന്നും എർദോഗൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ ട്രംപ് ഏതെങ്കിലുമൊക്കെ ഒരു കരാറുമായിട്ട് മറ്റുള്ള രാജ്യങ്ങളെ സമീപിക്കുമ്പോൾ ലോകരാജ്യങ്ങളടക്കം വലിയ രീതിയിലുള്ള ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടാകും. കൂടാതെ ഇപ്പോൾ എർദോഗൻ അടക്കം വലിയ രീതിയിലുള്ള ഒരു ഭയം ഉണ്ടാകും. കാരണം ട്രംപ് ഇപ്പോൾ എർദോഗനുമായിട്ട് വലിയ രീതിയിൽ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. തുർക്കിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കാരണം ഒരു മാസം ട്രംപ് തുർക്കിയുമായിട്ട് അടുത്ത് ഇടപെടിക്കാൻ അടുത്ത മാസം ഉണ്ടാവുന്നത് ഒരു സൂര്യൻ ഒന്ന് ഉദിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു രാത്രി കഴിഞ്ഞ് അടുത്തൊരു നേരം വെളുക്കുമ്പോൾ തന്നെ ട്രംപ് നേരെ ആ രാജ്യത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ഒരു സൂചന പോലും നൽകാതെ ആയിരിക്കും ട്രംപ് നേരെ മിസൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്രമണം ആ രാജ്യത്തിന് നേരെ തൊടുത്തിവിടുന്നത്. അങ്ങനെയാണ് ട്രംപുമായിട്ട് ഇപ്പോൾ ഒരു കൂട്ടുകൂടാൻ തന്നെ ഒരു ഭയം എല്ലാ ലോക രാജ്യങ്ങൾക്കുമുണ്ട്. ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെയൊക്കെ ഒരു വരയിൽ ഇന്ത്യ വരച്ച് നിർത്തിയിരിക്കുകയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും ഇന്ത്യ കൊടുക്കുന്നില്ല. അതായത് മോദി ഇപ്പോൾ പുടിന് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ മെലോനിക്ക് കൊടുക്കുന്നത് പോലെ ഒന്നും വലിയ ഒരു സ്വാതന്ത്ര്യമൊന്നും മോദി ട്രംപിന് കൊടുക്കുന്നില്ല. ഒരു സുഹൃത്ത് എന്ന നിലയിൽ മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. കാരണം കൂടുതലായിട്ട് അമേരിക്കയുമായിട്ട് അടുക്കാൻ പോയാൽ അത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടാകും. കാരണം അമേരിക്ക ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളടക്കം തലയിടാനായിട്ട് ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ. അപ്പോൾ അതിലൊക്കെ വലിയ രീതിയിൽ വിദേശകാര്യ മന്ത്രാലയം തന്നെ അമേരിക്കയ്ക്ക് വാണിംഗ് കൊടുത്തൊക്കെ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപുമായിട്ട് ഒരു ബന്ധം വേണം, പക്ഷേ കൂടുതലായിട്ടൊരു ബന്ധം വേണ്ട. ആ രീതിയിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്.